അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളെ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തിയാണ്. നമ്മളെ വ്യത്യസ്തമായ വീഡിയോകൾ മാത്രമേ നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യൂ. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് കുറച്ച് കുടംപുളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സീസണിലാണ് കുടംപുളി നല്ലോണം പിടിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഉണക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമ്മയും അച്ഛനും കൂടിയിട്ട് ഇത് ക്ലീൻ ആക്കുന്നതാണ്. അപ്പോൾ ഈ ക്ലീൻ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൊരു കുരു ഉണ്ട്. അപ്പോൾ ഈ കുരുവെല്ലാം മാറ്റിയിട്ട് അത് പൊളന്ന് രണ്ടായിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഈ കുരു കഴിക്കുന്ന കുറേ നാടുണ്ട് എന്നിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളെ അടുത്തൊന്നും കഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ കുരു കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, പുളിയെല്ലാം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നമ്മൊന്ന് വൃത്തിയാക്കി സെറ്റാക്കിയാൽ നമുക്കിത് ഉണക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെ വൃത്തിയാക്കെല്ലാം കഴിഞ്ഞിട്ടെല്ലാം ഉണ്ട്. ഈ മഴക്കാലത്താണ് ഇത് പിടിക്കുന്നത്. ഈ മഴക്കാലം പിടിക്കുന്നതുകൊണ്ട് നമുക്ക് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് പുറത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇത് കുറച്ച് നല്ലോണം ഇല്ലതുകൊണ്ട് തന്നെ നമ്മൾ ഈ അടുപ്പിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടും അതേപോലെ ഒരു നൂലിൽ കെട്ടിയിട്ട് അടുപ്പിൻ്റെ മുകളിൽ വശത്ത് കെട്ടി വെച്ചിട്ടെല്ലാം ഇത് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ അച്ഛൻ അതിന് നൂലിൽ കോർക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹോൾസെല്ലാം ഇട്ട് തരും. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് അത് ആ നൂലിലേക്ക് ഇങ്ങനെ കോർത്ത് വെക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഇത് കോർത്ത് വെച്ചാൽ നല്ല അടുപ്പിൽ നല്ല തീയും പുകയും കൊടുത്താൽ നല്ല പോലെ ഇത് വാടിയിട്ട് നല്ല കറുത്ത കളറിലായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ആവശ്യം എന്ന് വെച്ചാൽ നല്ല പുക നല്ല ആവശ്യമാണ്. അപ്പോൾ എന്നാലും ആ ഒരു കളറ് ചേഞ്ചെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്താക്കാം, ഇത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് കോർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഗ്യാപ്പിട്ട് കോർത്ത് വെച്ചാൽ ഗുണം എന്ന് വെച്ചാൽ ആ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ആ പുകയും ചൂടും കൃത്യമായിട്ട് കിട്ടും. നമ്മളിങ്ങനെ അടുപ്പിച്ചാണ് വെക്കുന്നെങ്കിൽ നമുക്ക് ആ ഒരു പെട്ടെന്ന് നമുക്കിത് ഉണക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കൃത്യമായിട്ട് കുറച്ച് ദൂരം വെച്ചിട്ടാണ് ഇതാക്കുന്നത്. അപ്പോൾ ഉമ്പും കൂടിയുണ്ട്. ഇത് നോക്കുന്നുണ്ട് എന്താണ് ഇവരാക്കുന്നതെന്നൊന്നും അറിയാതെ ഉമ്പും കൂടി അപ്പുറം നിന്നിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് കോർത്തിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു ഹോള് മാത്രമേ ഇത് ഇടാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ വലിയ ഹോൾ ഇട്ടാൽ അത് അതേപോലെ ചിലപ്പോൾ ലൂസായിട്ട് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. വലിയ കട്ടിയൊന്നും ഇല്ലാത്തൊരു സാധനമായതുകൊണ്ട് ആ ഒരു പ്രയാസം കൂടി ഉണ്ടാവും. പിന്നെ കുടംപുളിക്കെല്ലാം മാർക്കറ്റിൽ നല്ല പൈസ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ഉണക്കി വെച്ചാൽ ഇനി അടുത്ത സീസൺ വരെ നമുക്ക് ഉപയോഗിക്കേണ്ട കുടംപുളി നമുക്ക് ഇതിൽ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും വീടുകളിൽ കുടംപുളി കാര്യങ്ങളിലുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും പറിച്ചിട്ട് അതൊന്ന് ഉണക്കി വെച്ചാലും നമുക്ക് ഉപയോഗിക്കേണ്ട സാധനം അതിൽ കിട്ടും. ഇപ്പോൾ ലേഹ്യം കാര്യങ്ങളിലും മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങി കൃത്യമായിട്ട് മാറ്റമെല്ലാം കളറെല്ലാം ചേഞ്ചായി കഴിഞ്ഞാൽ നമ്മൾ ഇതെടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഒരു 3 മാലയെങ്കിലും നമുക്ക് കെട്ടണം. അത്രയും സാധനം ഇപ്പോൾ നിലവിൽ ഉണ്ട്. പിന്നെ ഒരു ചാക്കിലെ വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ടും രാത്രിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഇത് മാലയെല്ലാം കോർത്തിട്ട് ഏകദേശമായി. 1ാമത്തെ മാല ഞാനവിടെ കെട്ടീനി. അപ്പോൾ 2ാമത്തെ ഒരു മാലയും ഇനി ഒരു മാലയും കൂടിയിട്ട് ആക്കിയാൽ മാത്രമേ നമുക്കിത് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റൂ. ബാക്കിയുള്ളതെല്ലാം നമുക്കിവിടെ അടുപ്പിൻ്റെ പാദത്തിൽ തന്നെ വെക്കാം. അപ്പോൾ 2 മാല ഓൾറെഡി നമ്മൾ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ബാക്കി വന്ന സാധനമാണ്, മാല കെട്ടി ബാക്കി വന്ന സാധനമാണ് നമ്മുടെ ഈ അടുപ്പിൻ്റെ പാദത്തിൽ തന്നെ വെച്ചിട്ടുള്ളത്. അടുപ്പിൻ്റെ പാദത്തിൽ വെച്ചിട്ട് ബാക്കിയില്ല 3 മാലയും നമ്മുടെ കെട്ടി കോർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.